What's happening people, this is Kochi Machan and welcome back to another vlog. അപ്പോൾ നമ്മളുടെ മുമ്പിൽ ഇന്ന് ഉള്ളത് BS6 Dominar 400. യെസ്, ബജാജിൻ്റെ Dominar 400 BS6 വേരിയൻ്റ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. വലിയ മാറ്റങ്ങളൊന്നുമില്ല, ശരിക്കും പറഞ്ഞാൽ കാണാനായാലും ഏകദേശം അതേ ലുക്കാണ്, ഓടിക്കാനായാലും ഏകദേശം സെയിം ഫീൽ തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല. ചെറിയ 5-6 മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളൂ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് തുടങ്ങാം. ഞാൻ വണ്ടിയിൽ വന്നേക്കാം, മാറ്റങ്ങളെ പറ്റി പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്രണ്ടിൽ മാറ്റങ്ങളൊന്നുമില്ല. LED ഹെഡ് ലാമ്പ്, 43mm അപ്സൈഡ് ഡൗൺ ഫോക്സ്, 320mm ഫ്രണ്ട് ഡിസ്ക് വിത്ത് ഡുവൽ ചാനൽ ABS. ബാക്കിലത്തെ ABS സ്വിച്ച് ഓഫ്, സ്വിച്ചബിൾ ഒന്നുമല്ല, നമുക്ക് ബാക്കിലത്തെ ABS ഓഫ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ സൈഡിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ എഞ്ചിൻ 373cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ DOHC എഞ്ചിൻ, സെയിം എഞ്ചിൻ. പവർ എന്ന് പറയുമ്പോഴത്തേക്കും 40 bhp at 8650 rpm ആൻഡ് 35 Nm ടോർക്ക് at 7000 rpm. അപ്പോൾ അതിനും പവർ ഫിഗേഴ്സിനും വലിയ മാറ്റമൊന്നുമില്ല. അടുത്ത മാറ്റം നമ്മുടെ റേഡിയേറ്ററിലാണ്. റേഡിയേറ്ററിൻ്റെ ഫാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. റേഡിയേറ്ററിൻ്റെ ഫാൻ നിങ്ങൾക്ക് ശ്രദ്ധിക്കുക, പെട്ടെന്ന് മനസ്സിലാവില്ല. റേഡിയേറ്ററിൻ്റെ ഫാൻ ഇത്രയും കൂടെ ചെറുതായിട്ടുണ്ട്, ബട്ട് ഇത്രയും കൂടെ പവർഫുൾ ഫാനാണ്, ബട്ട് ഇത്രയും കൂടെ ചെറുതാക്കിയിട്ടുണ്ട് റേഡിയേറ്റർ ഫാൻ. അത് കഴിഞ്ഞിട്ട് മാറ്റം വന്നേക്കുന്നത് നമ്മുടെ ഗിയർ ലിവറാണ്. ഗിയർ ലിവറിൻ്റെ ആ ഒരു ഷേപ്പും കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. പിന്നെ അടുത്ത മാറ്റം വരുത്തിയേക്കുന്നത് വെച്ചാൽ നമ്മുടെ ഈ O2 സെൻസർ ഇല്ലേ, ഇത് ഈ O2 സെൻസർ, ആ സെൻസറിന് കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് നമുക്ക് അതിൻ്റെ ഡിസൈനിലാണ് മാറ്റം വരുത്തിയേക്കണേ. നമുക്കങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല, പെട്ടെന്ന് നമുക്ക് കണ്ടാലും തോന്നത്തുമില്ല, ബട്ട് അതിൻ്റെ ഡിസൈനിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. അടുത്ത ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രാഷ് ഗാർഡ് ഒടിഞ്ഞു പോണ കുറേ ഇഷ്യൂസ് വന്നിട്ടുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആ ഒരു ഇഷ്യൂ മാറ്റി അവർ അതിൻ്റെ ആ ഒരു സ്പേസർ വണ്ടിമേ തന്നെ ഓൾറെഡി ഉണ്ടാവും. ആ സ്പേസർ നമ്മൾ വേറെ ഇടണ്ട, ഓൾറെഡി ആ വണ്ടിയിൽ ആ സ്പേസർ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ വന്നേക്കുന്ന മെയിൻ മാറ്റങ്ങൾ. ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ 157mm ആണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് വണ്ടിക്ക്. ഗിയർ ബോക്സ് എന്ന് പറയുമ്പോൾ 6 സ്പീഡ് ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പർ ക്ലച്ച്, അതും മാറ്റമൊന്നുമില്ല. പിന്നെ ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ചെറിയൊരു സാരി ഗാർഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ശരിക്കും പുതിയ ഡോമിനാറിൻ്റെ എൻ്റെ ഫുൾ റൈഡ് റിവ്യൂ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് മേളിൽ വരും, നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽഡ് റിവ്യൂ കാണാവുന്നതാണ്. ഇത് BS6 വേരിയൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ള അതിൽ വന്നേക്കുന്ന ചേഞ്ചസും കാര്യങ്ങളും പറയാനുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ബാക്കിൽ നിന്നും വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ, സെയിം അതേ ലുക്ക് തന്നെയാണ്, അതേ ടെയിൽ ലാമ്പും കാര്യങ്ങളും, അവിടെയും ഒരു വ്യത്യാസമൊന്നും വന്നിട്ടില്ല. നമ്മളിപ്പോഴത്തെ സൈഡിലേക്ക് നോക്കാൻ പോയാൽ നമ്മുടെ ബാക്കിലത്തെ ഡിസ്ക് എന്ന് പറയുമ്പോൾ 230mm ഡിസ്ക് വിത്ത് ABS ആണ്, അവിടെയും ABS നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അത് നെക്സ്റ്റ് വരുമ്പോഴത്തേക്കും നമ്മുടെ എക്സോസ്റ്റ് നമുക്ക് കണ്ടറിയാം. എക്സോസ്റ്റ് സെയിം അതേ ഒരു ലുക്ക് തന്നെയാണ് എക്സോസ്റ്റിനും. ആ പുതിയ ഡോമിനാറിൽ വന്ന UGയിൽ വന്ന അതേ ഒരു ലുക്കിലൂടെയാണ് നമ്മുടെ എക്സോസ്റ്റും വെച്ചേക്കണത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ലുക്കും അല്ലെങ്കിൽ ബേസിക്കായിട്ട് വന്നേക്കണ ഡിഫറൻസും കാര്യങ്ങളും നമ്മുടെ BS6 ഡോമിനാറിൽ. പിന്നെ BS6ൻ്റെ നോംസ് പ്രമാണം നമുക്കിവിടെ എക്സ്ട്രാ ഒരു കാറ്റും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, അകത്തേക്ക് നോക്കിയാൽ കാണാം, ഒരു എക്സ്ട്രാ ഒരു കാറ്റലിറ്റിക് കൺവെർട്ടറും കൂടെ വന്നിട്ടുണ്ട്. അത് കാരണം സൗണ്ടിന് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ അത് നമുക്ക് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വണ്ടിയിലൊന്ന് കയറിയിരിക്കാം. വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരെ നമ്മുടെ വണ്ടിയുടെ വെയിറ്റ് ആണ്. വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുമ്പോൾ 184 kg ആണ്. വെയിറ്റും വലിയ മാറ്റമൊന്നുമില്ല, സെയിം വെയിറ്റ് ചെയ്യുന്നതിന് അതിലൊരു വ്യത്യാസമൊന്നുമില്ല. ഹാൻഡിൽ ബാസൊക്കെ നല്ല വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാസാണ്, നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. സീറ്റ് ഹൈറ്റ് കുഴപ്പമില്ല, എൻ്റെ ഹൈറ്റ് 5'6" ആണ്. അപ്പോൾ എനിക്ക് ഒരു ഹാഫ് ഫുട്ട് എന്ന് വേണേൽ പറയാം. അല്ലെങ്കിൽ ഒന്ന് ശ്രമിച്ച് ഒന്നും കൂടെ കയറി നമ്മൾ മാക്സിമം ഫ്രണ്ടിലേക്ക് കയറിയിരിക്കുകയാണെങ്കിൽ ഏകദേശം ഫ്ലാറ്റ് ഫുട്ട് എന്ന് വേണേൽ പറയാം. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടു നടക്കാനും പറ്റും. അത്ര വെയിറ്റ് തോന്നുമെന്ന് വെച്ചാൽ കുറച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചെറുതായിട്ട് വെയിറ്റൊക്കെ നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. മിറേഴ്സൊക്കെ ആയാലും നല്ല CNC ഫിനിഷോടെ നല്ല അടിപൊളി സ്റ്റേബിളായിട്ടുള്ള മിറേഴ്സുമാണ് ഇതിന് കൊടുത്തേക്കണം. നമുക്കപ്പോൾ മീറ്റർ ജസ്റ്റ് ഓണാക്കി കാണിച്ചു തരാം. മീറ്ററിലും വലിയ വ്യത്യാസമൊന്നുമില്ല, അതേ കാര്യങ്ങളും അതേ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കണേ. ഇവിടെയും ചെറിയൊരു ഡിസ്പ്ലേയും കൂടെ കൊടുത്തിട്ടുണ്ട്. ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 13 liters ആണ് ടാങ്ക് കപ്പാസിറ്റി. നമുക്ക് മൈലേജ് ഏകദേശം 25, 30, 35 ആ റേഞ്ചിൽ നമുക്ക് മൈലേജ് ഈ വണ്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാൻ വണ്ടിയുടെ സൗണ്ട് കേൾപ്പിച്ചു തരാം. അതാണ് എനിക്കും ഉള്ള ഒരു ടെൻഷൻ, വണ്ടിയുടെ സൗണ്ടിന് വല്ല മാറ്റം വന്നിട്ടുണ്ടോ എന്ന്. കണ്ടോ, വല്ല വ്യത്യാസം തോന്നുന്നുണ്ടോ? എനിക്കും വലിയ വ്യത്യാസമൊന്നും തോന്നില്ല. ഒരു വിസിലിംഗ് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ശ്രദ്ധിച്ച് കേൾക്കൂ. കണ്ടോ, ഒരു വിസിലിംഗ് സൗണ്ട് എക്സ്ട്രാ എവിടെ നിന്നോ ആഡ് ആയിട്ടുണ്ട്. ഇത് എനിക്ക് ഇനി ഈ വണ്ടിക്ക് ഉള്ളതാണോ എന്നറിയില്ല. ഇപ്പോൾ ചെറുതായിട്ട് എനിക്ക് വിസിലിംഗ് സൗണ്ട് കേൾക്കാൻ പറ്റുന്നത് നന്നായിട്ട് ഇതിൽ. പിന്നെ നമ്മുടെ നവംബർ കഴിഞ്ഞിട്ടുള്ള മോഡലിൽ ഇവിടെ ഒരു റിഫ്ലക്ടറും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഈ പുതിയ ഡോമിനാറിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ വന്ന മാറ്റങ്ങൾ. നമുക്കപ്പോൾ നേരെ വണ്ടി ഓടിക്കാം. അപ്പോൾ റൈഡിങ് പൊസിഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. റൈഡിങ് പൊസിഷനിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല, നമുക്ക് വലിയ മാറ്റമൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. റൈഡിങ് പൊസിഷൻ സെയിം നല്ല അപ്രൈറ്റ് ആയിട്ട് നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരുന്ന് പോകാൻ പറ്റിയൊരു പൊസിഷനാണ് റൈഡിങ് പൊസിഷൻ നോക്കിയാൽ.
പിന്നെ നമ്മുടെ ഗിയർ ബോക്സോ ക്ലച്ച് ഫീലായാലും എല്ലാ കാര്യങ്ങളായാലും നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരുന്ന് ഓടിക്കാം. നമ്മുടെ ക്ലച്ചൊക്കെ ആയാലും നല്ല സോഫ്റ്റാണ്. അതേപോലെ ഗിയർ ബോക്സ് ആയാലും നല്ല പ്രിസൈസായിട്ടാണ് നമുക്ക് ഗിയർ ബോക്സ് ഫീൽ ചെയ്യുക. നല്ല രീതിയിൽ നമുക്ക് ആ പവറും കാര്യങ്ങളും കറക്റ്റ് ആ ഗിയർ ബോക്സിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ ആ ഗിയർ മാറ്റുമ്പോഴത്തേക്കും. വണ്ടിയുടെ പവർ അറിയണമെങ്കിൽ ശരിക്കും ഏകദേശം ഒരു 5000-6000 RPM എത്തണം. അപ്പോഴാണ് നമുക്ക് വണ്ടിയിൽ നിന്ന് ഒരു പുള്ള് ഫീൽ ചെയ്യുക. അത് കൂടാണ്ട് ഇതിൻ്റെ റിഫൈൻമെൻറ്റിൽ കുറച്ച് ഒരു മാറ്റം വന്നിട്ടുണ്ട്. ലോവർ RPMസിൽ നമുക്ക് അത്ര വൈബ്രേഷനും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. ലോവർ RPMസിൽ, ഹയർ RPMസിൽ നമുക്ക് വൈബ്രേഷൻസ് ഉണ്ട്. നമ്മുടെ ടാങ്കിൻ്റെ അവിടെ നിന്നും ഹാൻഡിൽ ബാറും ഫുഡ് പെക്സിൻ്റെ അവിടെ നിന്നും ചെറിയ രീതി വൈബ്രേഷൻസ് ഉണ്ട്. പക്ഷേ ലോവർ RPMസിൽ നമുക്ക് അത്ര വൈബ്രേഷൻ ഒന്നും വണ്ടിയിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യണില്ല. ചെറിയൊരു റൈഡ് റിവ്യൂ ആട്ടോ. കാര്യം ഇത് BS6 എനിക്ക് അങ്ങനെ വലിയ വ്യത്യാസങ്ങൾ പറയേണ്ട അത്രയും ഒരു വ്യത്യാസങ്ങളൊന്നും ഈ വണ്ടിയിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ടാണിത് ചെറിയൊരു റൈഡ് റിവ്യൂ ആണ്. നമ്മൾ അത്ര ലോങ് ഒന്നും ഓടിക്കുന്നില്ല. കാര്യം ഓൾറെഡി ഫുൾ റൈഡ് റിവ്യൂ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഡോമിനാറിനെ. നിങ്ങൾക്ക് മേളിൽ ലിങ്ക് വരുമ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ബ്രേക്സൊക്കെ ആയാലും നമുക്ക് വലിയ മാറ്റമൊന്നും തോന്നുന്നില്ല. ബ്രേക്സൊക്കെ ആയാലും സെയിം അതേ ടൈപ്പ് ഓഫ് ബ്രേക്സ് തന്നെയാണ്. നമുക്ക് വലിയ മാറ്റമൊന്നും തോന്നുന്നില്ല ബ്രേക്സിൻ്റെ ആ ഒരു ബൈറ്റിൽ നിന്നായാലും. വണ്ടി കണ്ടോ, നമുക്ക് ഒരു ഹയർ RPMസിൽ ആ ഒരു വൈബ്രേഷൻ ഉണ്ടെന്നേ ഉള്ളൂ. ലോവർ RPMിലെ വൈബ്രേഷനൊക്കെ ചെറുതായിട്ട് നമുക്കൊരു തരിപ്പ് പോലെ ഫീൽ ചെയ്യുന്നു. അതൊക്കെ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട് വണ്ടിയിൽ നിന്ന്. ബാക്കി വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ബാക്കി പറഞ്ഞേക്കണ ലുക്സും കാര്യങ്ങളും ഞാൻ പറഞ്ഞു. റേഡിയേറ്റർ ഫാനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ അവർ വ്യത്യാസം വരുത്തിയിട്ടുള്ളൂ. വണ്ടിയുടെ ആ സ്റ്റെബിലിറ്റിക്കൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് കിടക്കാൻ വണ്ടി. ആ സസ്പെൻഷൻ ഫ്രണ്ടിലത്തെ എന്ന് പറയുമ്പോഴത്തേക്കും അതേ സസ്പെൻഷനിലും വ്യത്യാസമൊന്നുമില്ല. അതേ ചെറിയൊരു സ്റ്റിഫ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. കാര്യം അപ്സൈഡ് ഡൗൺ ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി നല്ല രീതിയിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഒരു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡോമിനാർ 250 ലോഞ്ച് ആവും. ഇറ്റ്സ് കൺഫേംഡ് ലോഞ്ച് ഡേറ്റ് പെട്ടെന്ന് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ലോഞ്ച് ഡേറ്റ് വണ്ടിയുടെ. അപ്പോൾ കൺഫേംഡ് ആണ് ഡോമിനാർ 250 എന്തായാലും നമുക്ക് മാർക്കറ്റിൽ വരുന്നുണ്ട്. എന്തായാലും വണ്ടി നല്ല, നമുക്ക് ആ വെയിറ്റ് ഒന്നും തോന്നില്ല ശരിക്കും പറഞ്ഞാൽ. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലിക്ക് ചെയ്ത് നടക്കാം വണ്ടി. പിന്നെ അത് കൂടാണ്ട് നമുക്ക് പെട്ടെന്ന് വണ്ടി കയറി പോവുകയും ചെയ്യും. ഒരു 4000 RPM എബവ് ഒക്കെ ആണെങ്കിൽ വണ്ടി ഒന്ന് കൈ കൊടുത്താൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു വണ്ടിയിൽ നിന്നുള്ള ആ റെസ്പോൺസ് നമുക്ക് ഫീൽ ചെയ്യും ശരിക്കും. അപ്പോൾ ഇതൊക്കെയാണ്, വലിയ മാറ്റങ്ങളൊന്നുമില്ല BS6 ഡോമിനാർ തമ്മിൽ. സൗണ്ടൊക്കെ ഞാൻ കുറച്ചും കൂടെ പ്രതീക്ഷിച്ചു. ലൈക്ക് സൗണ്ട് പോകും എന്ന് പ്രതീക്ഷിച്ചു. വണ്ടിക്ക് പഴയ ആ ഒരു സൗണ്ട് റീറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. ബട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. സൗണ്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ആ ഒരു BS6 വേരിയൻറ്റ് നമ്മളെല്ലാവരും ഒരു വിഷമത്തോടെ പറഞ്ഞായിരുന്നു. വിഷമമായിരുന്നു ശരിക്കും എല്ലാ വണ്ടി ഇറങ്ങുമ്പോഴും ഇനി BS6 എന്താവും എന്നുള്ളൊരു മനസ്സിൽ. ബട്ട് ഡോമിനാർ, ബജാജ് അത് ഡോമിനാറിൽ അത്ര ചേഞ്ചസ് ഒന്നും വരുത്താണ്ട് ആ ഒരു പെർഫോമൻസും ആ ഒരു റിഫൈൻമെൻറ്റും ഈ ഡോമിനാറിൽ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ ഒരു പ്രശ്നമൊന്നും പുതിയ BS6 ഡോമിനാറിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല. ഡിസപ്പോയിൻമെൻ്റ് ഒന്നുമില്ല BS6 ഡോമിനാറിൽ എന്തായാലും. എന്തുകൊണ്ടും വെൽ സാറ്റിസ്ഫൈഡ്. ആൻഡ് നമുക്ക് മോർ റിഫൈൻമെൻറ്റും പ്രതീക്ഷിക്കാം. അത് കൂടാണ്ട് നമുക്ക് കൂടുതൽ ആ ഒരു ഡോമിനാറിൻ്റെ നേച്ചർ ഇതിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യെസ്, അതായത് നമ്മുടെ ഡോമിനാർ BS6ൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ, ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ എളംകുളത്തുള്ള പോപ്പുലർ ബജാജിലാണ്. അതായത് നമ്മുടെ മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ഷോറൂമിൽ നിന്നാണ് ഞാനിപ്പോൾ ഈ ടെസ്റ്റ് ഡ്രൈവ് കിട്ടിയത്. വണ്ടിയുടെ വില എന്ന് പറയുമ്പോൾ 2,38,000 2,38,000 ആണ്. പഴയ BS4 ഡോമിനാറിനേക്കാളും 3,000 രൂപ കൂടിയിട്ടുള്ളൂ. അത്രയും വില വ്യത്യാസമുള്ളൂ. അപ്പോൾ അതായത് എൻ്റെ BS6 ഡോമിനാറിൻ്റെ റിവ്യൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബെല്ലേക്ക് ഞെക്കുക. അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ല് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരുമല്ല, നിങ്ങൾ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ. What a beautiful sunset. Aha. Oof, this is a wasteland full of waste.